പിലിക്കോട് ശ്രീ രേരമംഗലം ഭഗവതി ക്ഷേത്രത്തിന് അവമതിപ്പുണ്ടാക്കും വിധം കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ തോതിലുള്ള പ്രചാരണം നടന്ന സാഹചര്യത്തിൽ വിശദാംശവുമായി ക്ഷേത്രം ഭാരവാഹികൾ. ക്ഷേത്രത്തിലെ ആചാരാനുഷ്ഠാനങ്ങൾ പാലിക്കപ്പെടേണ്ടതാണെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. TVS നാമൻസ് ഓട്ടോമൊബൈലിലൂടെ സ്വന്തമാക്കൂ പുത്തൻ അപ്പാച്ചെ സീരീസിലെ പുതിയ മോഡലുകളായ 164V, RR 310, RTR 310 എന്നീ പുതിയ മോഡലുകളിലുള്ള ബൈക്കുകളുടെ ബുക്കിംഗ് ആരംഭിച്ചിരിക്കുന്നു. നിങ്ങളുടെ വാഹന സ്വപ്നങ്ങൾക്ക് നാമൻസ് ഓട്ടോമൊബൈൽ LLP, TVS ഓതറൈസ്ഡ് മെയിൻ ഡീലർ, നുള്ളിപ്പാടി, കാസർഗോഡ്. പിലിക്കോട് ശ്രീ രേരമംഗലം ഭഗവതി ക്ഷേത്രത്തിന് അവമതിപ്പുണ്ടാകും വിധം കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ തോതിലുള്ള പ്രചാരണം നടന്ന സാഹചര്യത്തിൽ ക്ഷേത്രം ഭാരവാഹികൾ വിശദാംശവുമായി രംഗത്ത്. ക്ഷേത്രത്തിലെ താന്ത്രിക കർമ്മങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും നിശ്ചയിക്കുന്നത് ക്ഷേത്രം തന്ത്രിയാണെന്നും അതിനാൽ അത് പാലിക്കപ്പെടേണ്ടതാണെന്നും ഭാരവാഹികൾ അറിയിച്ചു. എല്ലാ വിഭാഗങ്ങൾക്കും ഓരോരോ ചടങ്ങുകൾ അവിടെ നിശ്ചയിച്ചു നൽകിയിട്ടുണ്ട്. ക്ഷേത്രത്തിലെ കൂവപ്പണി എന്ന രീതിയിൽ, അത് അവിടെ നടക്കുന്ന പന്തലിടൽ, അതുപോലെ തന്നെ നിലംപണി, അങ്ങനെ ഒരുപാട് പണികളുണ്ട്, മരപ്പണി ഉൾപ്പെടെ. കൂവപ്പണി എന്ന രീതിയിൽ അതിനെ പറയപ്പെടുന്നത്. അതൊക്കെ എല്ലാ വിഭാഗങ്ങൾക്കും ഷെയർ ചെയ്ത് കൊടുക്കുന്ന ഒരവസ്ഥ പണ്ട് തൊട്ടേ ഉണ്ട്. അതുപോലെ പുത്തരി പോലുള്ള ഉത്സവങ്ങൾക്ക്, നിറ ഉത്സവങ്ങൾക്ക്, അതുപോലെ മറ്റ് ഉത്സവങ്ങൾക്കും ഇത്തരത്തിലുള്ള രീതിയിൽ തന്നെയാണ് നടന്നു പോകുന്നത്. നറുക്കാവശ്യമായ കതിര് ഹരിജന സമുദായത്തിലവരാണ് അവിടെ എത്തിച്ചു നൽകുന്നത്. അത്ര പോലും സാമുദായിക ഐക്യമുള്ള ഒരു ക്ഷേത്രം ആണ് ശ്രീ രേരമംഗലം ഭഗവതി ക്ഷേത്രം. പക്ഷേ പ്രചരിപ്പിച്ചു പോകുന്നത് ക്ഷേത്രത്തിനകത്ത് ഉന്നത കുലജാതർ പ്രവേശിക്കുന്നു, മറ്റുള്ളവർക്ക് പ്രവേശനമില്ല, നിഷേധിച്ചു എന്ന രീതിയിലാണ് പ്രചരണം നടന്നു പോകുന്നത്. ക്ഷേത്രത്തിനകത്ത് നിലവിൽ അതിനകത്ത് ചടങ്ങുകൾ നിർവഹിക്കുന്ന, ദൈനംദിന കർമ്മങ്ങൾ നിർവഹിക്കുന്ന നമ്പൂതിരി, വാര്യർ, മാരാർ സമുദായക്കാർ ആണ് വാദ്യം എന്ന രീതിയിൽ അതിനകത്ത് നിത്യേന പ്രവേശിക്കുന്നു. മറ്റ് ഒരു ജനങ്ങൾക്കും, പൊതുജനം എന്ന രീതിയിൽ ആർക്കും അതിനകത്ത് പ്രവേശനം നിലവിലില്ല. അതാണ് സ്ഥിതി. പിലിക്കോട് രേരമംഗലം ഭഗവതി ക്ഷേത്രം ട്രസ്റ്റ് ബോർഡ് ചെയർമാൻ NV രവീന്ദ്രൻ, നവീകരണ സമിതി പ്രസിഡന്റ് MV തമ്പാൻ പണിക്കർ, വൈസ് പ്രസിഡന്റുമാരായ M ദാമോദരൻ, TV കൃഷ്ണൻ, ജനറൽ കൺവീനർ MP പത്മനാഭൻ, സാമ്പത്തിക കമ്മിറ്റി ചെയർമാൻ PK വിനയകുമാർ, നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ M ഭാസ്കരൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.